ദിവസത്തിൽ 3 നേരവും ഭക്ഷണം ലഭിക്കുന്ന ജാതിമതലിംഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ചെന്നെത്തുന്ന സന്നിധി, നായകൾ ചുറ്റിക്കറങ്ങി നടക്കുന്ന പരിസരം, വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളാട്ടം കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. കണ്ണൂരിലെ എരുവശ്ശേരി ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് വളർന്ന കുഞ്ഞിൽ നിന്നുമാണ് മുത്തപ്പന്റെ കഥ തുടങ്ങുന്നത്. മക്കളില്ലാത്ത ദുഃഖത്തിൽ പൂജകളും വഴിപാടുകളും നടത്തി ജീവിച്ചിരുന്ന ഈ ഇല്ലത്തെ അന്തർജനത്തിനും നമ്പൂതിരിക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുട്ടിയാണ് മുത്തപ്പൻ. നാട്ടുകാർക്ക് മുത്തപ്പൻ സമ്മതനായിരുന്നുവെങ്കിലും വീട്ടുകാർക്ക് അങ്ങനെയല്ലായിരുന്നു. എന്നാൽ തന്റെ പുത്രനോടുള്ള അളവില്ലാത്ത സ്നേഹം കാരണം അന്തർജനം മുത്തപ്പന്റെ തെറ്റുകൾ പൊറുക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ദേഷ്യം സഹിക്കവയ്യാതെ അന്തർജനം മുത്തപ്പനോട് ദേഷ്യപ്പെടുകയും തുടർന്ന് മുത്തപ്പൻ തന്റെ വിശ്വരൂപം അമ്മയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുത്തപ്പന് വെള്ളാട്ടവും തിരുവപ്പനിയും നേരുന്നതും മുത്തപ്പനെ നേരിട്ട് വന്ന് കണ്ട് സങ്കടങ്ങൾ പറയുന്നതുമൊക്കെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണ നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം കണ്ണൂരിൽ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന ഇടം കൂടിയാണ്. 365 ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഈ അപൂർവ ക്ഷേത്രത്തിലെത്തിയാൽ വയറും മനസ്സും നിറച്ചു വിടുന്നവനാണ് മുത്തപ്പൻ. മുത്തപ്പന്റെ സന്നിധിയിൽ എപ്പോൾ എത്തിയാലും എത്ര നേരം വൈകിയാണെങ്കിലും ഇവിടെ നിന്നും ഭക്ഷണം ലഭിക്കും. അതിന് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല. മുത്തപ്പന്റെ വിശേഷങ്ങൾ മലബാറുകാർക്ക് അത്ര പുതുമയുള്ള കാര്യമല്ല. ഇവിടെ വിശ്വാസികളെ ഏറ്റവും ആകർഷിക്കുന്ന കാര്യം ഇവിടുത്തെ അന്നദാനമാണ്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഇവിടെ നടത്തുന്ന അന്നദാനം ഏറെ പ്രശസ്തമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും എത്തുന്നത്. അന്നദാനം കൂടാതെ മുത്തപ്പന്റെ മടപ്പുരയിൽ പ്രസാദമായി കൊടുക്കുന്നത് പയറും തേങ്ങാക്കൊത്തും ചായയുമാണ്. ഇവിടെ ചുട്ട ഉണക്കമീനും കള്ളുമാണ് പ്രധാന നിവേദ്യമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്.